മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയ പി.വി. അൻവറിനെ പ്രതിരോധിക്കാൻ CPM പാർട്ടി നിലപാട് ഇന്ന് വ്യക്തമാക്കും. ഉച്ചയ്ക്ക് ശേഷം 2:30 CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഡൽഹിയിൽ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് D. ബിനോയ് ചേരുന്നു. ബിനോയ്, വളരെ ശക്തമായി തന്നെ CPM-ന്റെ പല നേതാക്കളും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ FB പോസ്റ്റിലൂടെ ഇന്നലെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. പി.വി. അൻവർ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയായി മാറി എന്നാണ് പൊതുവായിട്ട് അവർ എല്ലാം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും പാർട്ടി ഔദ്യോഗികമായി നിലപാട് വ്യക്തമാക്കുകയാണ്. ഏത് രീതിയിലാണ് CPM വൃത്തങ്ങളിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്? CPM നേതൃത്വം വല്ലാത്ത തരത്തിൽ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും എല്ലാ നേതാക്കന്മാരും കടുത്ത ഭാഷയിൽ തന്നെ അൻവറിനെതിരെ പ്രതിരോധിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ പറഞ്ഞതിനെല്ലാം തന്നെ ഘടകവിരുദ്ധമായി നേതാക്കന്മാരുടെ പ്രതികരണം പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. അല്പസമയം മുമ്പ് ദില്ലിയിൽ വെച്ച മുഖ്യമന്ത്രിയും ഒപ്പം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ വിഷയം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാവില്ല എങ്കിലും അവിടെയുള്ള, അതായത് ദില്ലിയിലുള്ള സംസ്ഥാന നേതാക്കൾ ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷം 2:30 മണിയോടുകൂടി തന്നെ ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് AK ബാലൻ, സംസ്ഥാന സെക്രട്ടറി അംഗം AK ബാലനും മാധ്യമങ്ങൾ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ തന്നെ അൻവറിനെതിരെ വലിയ തിരിച്ചടി നൽകാൻ ആണ് CPM നേതാക്കളുടെ തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങളൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഒരു കെട്ട സൂര്യനെന്നും ഒപ്പം ചില ഉപജാപക സംഘങ്ങൾക്ക് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു, പാർട്ടിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങളൊന്നും തന്നെ അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പാർട്ടിക്ക് അൻവറിനെതിരെ ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അൻവർ തന്നെ ഇന്നലെ വെളിപ്പെടുത്തി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും താൻ രാജിവെക്കുകയാണ് എന്ന് പറയുന്നു. കാരണം നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്ന പതിവുണ്ട്. ഇപ്രാവശ്യം പാർലമെന്ററി പാർട്ടി യോഗം ചേരുമ്പോൾ താൻ ഉണ്ടാവില്ല, താൻ മാറി നിൽക്കും, ഇടതോട്ടോ വലതോട്ടോ ചായാതെ മധ്യത്ത് തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അൻവറിൻ്റെ പരാമർശങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ CPM-നെ വല്ലാതെ രീതിയിൽ മോശപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം UDF ഇന്നലെ രാത്രി 8 മണിക്ക് ഓൺലൈനായിട്ട് പ്രത്യേക യോഗം ചേർന്നിരുന്നു. നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന യോഗമാണെങ്കിൽ തന്നെയും ഈ അൻവറിൻ്റെ വെളിപ്പെടുത്തൽ കൂടുതൽ ശക്തമായി പുറത്തു വന്നതോടുകൂടി തന്നെ ഇന്നലെ 8 മണിക്ക് യോഗം ചേർന്നിരുന്നു. എന്നാൽ അൻവറിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു നിലപാടാണ് UDF നേതാക്കൾ സ്വീകരിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പെട്ടെന്ന് അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യേണ്ട എന്നാണ് മുതിർന്ന നേതാക്കൾ ഇന്നലെ UDF യോഗത്തിൽ പറഞ്ഞത്. കാരണം അത് പ്രത്യേകിച്ചും ആ നിലപാട് സ്വീകരിച്ചത് RSPയും ഒപ്പം കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കളും പറഞ്ഞു, പെട്ടെന്ന് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെ, അല്ലെങ്കിൽ ഒരു സമയത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM-ന്റെ പിന്തുണയോട് ജയിച്ച അൻവറിനെ പെട്ടെന്ന് പാർട്ടിയിലേക്ക് ക്ഷണിക്കേണ്ട എന്ന തീരുമാനമാണ് RSP പറഞ്ഞത്. UDF-ലേക്ക് തൽക്കാലം, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തൽക്കാലം എടുക്കേണ്ട കാര്യമില്ല നിലപാട് RSP മുന്നോട്ട് വെച്ചു. ഇത് തന്നെയായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും. എന്നാൽ ആ സമയത്ത് ലീഗ് നേതാക്കൾ മൗനമായിരുന്നു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരപരിപാടികൾ ശക്തമാക്കണം എന്ന നിലപാട് ലീഗ് മുന്നോട്ട് വെച്ചു. വരും ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ച വീണ്ടും UDF യോഗം ചേരുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ UDF നേതാക്കൾ വീണ്ടും ഒത്തുചേരും. അന്ന് വീണ്ടും ഏത് തരത്തിലുള്ള ഒരു സമരം സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തുടങ്ങണമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF തീരുമാനം. അതേസമയം ഏത് വിധേനയും അൻവറിനെ പ്രതിരോധിക്കുക, വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് അൻവറിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ തന്നെയാണ് CPM തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നത്. ലിബീഷ്. ബിനോയ്, നമുക്കറിയാം CPM-ൽ VS പിണറായി വിഭാഗീയത കത്തി നിന്ന കാലത്ത് പോലും പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ആരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ചില രാഷ്ട്രീയപരമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയെങ്കിലും ഈ രീതിയിൽ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പരാമർശങ്ങൾ ആദ്യമായിട്ടാണ് ഒരു CPM സഹയാത്രികനിൽ നിന്നും ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും CPM-ന് പൊറുക്കാവുന്ന കാര്യമല്ല. ഏത് രീതിയിൽ പാർട്ടി മറുപടി നൽകും? ഈ ഔദ്യോഗിക തലത്തിൽ അൻവറിനെതിരെ ചില കേസുകൾ നിലവിലുണ്ട്. ആ കേസുകളിലെ നടപടികൾ വേഗത്തിലാക്കാനുള്ള ഒരു ആലോചനയുണ്ട് എന്ന് അൻവർ തന്നെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടല്ലോ.
തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. പാർട്ടിക്കകത്ത് വിഭാഗീയത കൊടികുത്തി വാഴ സമയത്ത്, അതായത് VS-ഉം പിണറായിയും രണ്ട് പക്ഷങ്ങളായി നിന്ന സമയത്ത് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ മാത്രമാണ്. അതായത് തനിക്കെതിരെ എന്തെങ്കിലും ചില വാക്കുകൾ പിണറായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പിണറായി വിജയനെതിരെ ചില രാഷ്ട്രീയ വിമർശനങ്ങൾ മാത്രമാണ് VS ഉന്നയിച്ചതെങ്കിൽ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ പോലും അല്ലെങ്കിൽ BJP പോലും പറയാത്ത തരത്തിൽ ഉള്ള ആരോപണങ്ങളാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കേവലം ഒരു 10 വർഷത്തിനകത്ത് സമയം കൊണ്ട് മാത്രമാണ് അൻവർ CPM-ന്റെ സഹയാത്രികനായതിനു ശേഷം കോൺഗ്രസിനെയും അതുപോലെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ന്റെ ഘടകകക്ഷിയായ ലീഗിനെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിരുന്ന അൻവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് CPM-നെതിരെ ഉന്നയിച്ചത് CPM-നെതിരെ മാത്രമല്ല CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ ഉന്നയിച്ചത് കടുത്ത വാക്കുകളായിരുന്നു. ആ കടുത്ത ആരോപണങ്ങളായിരുന്നു. ഇത്തരം ആരോപണങ്ങൾ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ CPM കയ്യും കെട്ടിയിരിക്കും എന്ന് വിചാരിക്കേണ്ട. ഇന്നലെ തന്നെ അൻവറിൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ പടിവാതിക്കൽ ഫ്ലക്സ് ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു CPM. വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിരോധവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായൊക്കെ നേതാക്കന്മാർ രംഗത്ത് വരും. എന്തായാലും നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ അൻവറിൻ്റെ രീതിയിൽ അൻവറിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം അല്ലെങ്കിൽ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അത് ഉറപ്പാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൻവറിനെതിരെ നിരവധിയായ പരാതികൾ ലാൻഡ് ബോർഡിൽ കിടപ്പുണ്ട്. ഒപ്പം ഭൂമി ഇടപാടുകൾ കേസുകളുണ്ട്. അത്തരം കേസുകളൊക്കെ വേഗത്തിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ഒപ്പം സമാന്തരമായി ഒരു ഇൻ്റലിജൻസ് അന്വേഷണവും നടക്കുന്നു. ഇന്നലെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ അൻവറിനെ കുറിച്ച് അന്വേഷിച്ചോ അല്ലെങ്കിൽ അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഗവർണർ അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് അൻവർ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് CPM-നെതിരെ ആദ്യ വാക്കുകൾ തന്നെ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അൻവറിനെതിരെയുള്ള രഹസ്യ വിഭാഗമായ ഇൻ്റലിജൻസിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുള്ളവരും പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതുമായൊരു കൃത്യമായ വിവരം പുറത്തേക്ക് വന്നില്ല എങ്കിൽ പോലും ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അൻവറിൻ്റെ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, നിജസ്ഥിതികൾ ഇവ മനസ്സിലാക്കുന്നതിന് വേണ്ടി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ മറ്റൊരു പക്ഷമില്ല. തീർച്ചയായും അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ പോകും. അത് ഉറപ്പ് തന്നെയാണ്. ലബീഷ്, ഈ ആരോപണ പരമ്പരകളുടെ തുടക്കത്തിൽ തന്നെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം അൻവറിന് പിന്നിൽ ആര് എന്നുള്ളതാണ്. CPM സമ്മേളനങ്ങളുടെ തുടക്കകാലത്ത് അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയപ്പോൾ അത് വെറുതെ അല്ല എന്നുള്ളൊരു സംശയം മുഖ്യമന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ആരെങ്കിലും പാർട്ടിക്കകത്ത് അൻവറിനോട് അനുഭാവമുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പ് കൂടി ആ വാർത്താ സമ്മേളനത്തിൽ പരോക്ഷമായി മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. പാർട്ടിയിലെ ആരെങ്കിലും അൻവറിന് പിന്നിലുണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും CPM ഉന്നത കേന്ദ്രങ്ങളിലുണ്ടോ? അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തിരഞ്ഞെടുത്ത സമയം അത് കൃത്യമായും ആ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ അൻവർ ആരോപണ ശരങ്ങളുമായി രംഗത്തെത്തുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അൻവറിന് കൃത്യമായി വിവരങ്ങൾ, അൻവറിൻ്റെ കയ്യിലുള്ള രേഖകൾ, അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ ആരാണ് മോശക്കാർ അവർക്കെതിരെ തന്നെ കൃത്യമായ തരത്തിൽ മുഖ്യമന്ത്രിക്ക് കണക്കിന് കൊള്ളുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അൻവർ പാർട്ടിക്കകത്തുള്ള ആളല്ല, പാർട്ടി അംഗമല്ല, പാർട്ടി ഒരു ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ അൻവറിന് ചോർത്തി കൊടുക്കുന്നെങ്കിൽ അതിന് പിന്നിലെ പ്രേരക ശക്തിയായ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും, ഒരു സംഘമുണ്ടാകും. അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ ഗോപ്യമായ ഭാഷയിലാണെങ്കിൽ പോലും കൃത്യമായി പിന്നിലുള്ളവരെക്കുറിച്ച് ഒരു സൂചന നൽകുന്ന പോലെ ആ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, അത് CPM ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ഈ അൻവർ ഒറ്റയ്ക്കാണെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തില്ല. പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതിന് വേണ്ടി, പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം അൻവറിനോടൊപ്പം, അതാണ് എപ്പോഴും പറയുന്നത്, അൻവർ ശത്രുക്കളുടെ കയ്യിൽ പെട്ടിരിക്കുന്നു എന്നൊരു വാക്ക് ഇന്നലെ LDF കൺവീനർ പറഞ്ഞു. അതേ വാചകം വീണ്ടും ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം പാർട്ടിക്കുള്ളിൽ തന്നെ അൻവറിന് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പാർട്ടി നേതാക്കന്മാർക്കുമുണ്ട്. ലിബീഷ്, ഇനി നമുക്കറിയേണ്ടത് ഈ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചാണ്. CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല. ഒക്ടോബർ 4-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അൻവറിനെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമോ ബിനോയ്? കാരണം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന വാക്കുകളുടെ ചൂടൊന്നും മാറിയിട്ടില്ല. അതേസമയം തന്നെ ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ അവരെ ഈ ലീഗ് പ്രവർത്തകനായിരുന്ന മനാഫ് വധക്കേസിൽ മുൻപ് അൻവർ പ്രതിയായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തെ ഒഴിവാക്കുകയെങ്കിൽ പോലും ആ ഒരു കൊലക്കേസിൽ അൻവർ പ്രതിയായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. പതിയെ മതി എന്നുള്ളൊരു ധാരണയിലേക്കാണോ UDF എത്തി നിൽക്കുന്നത്?
തീർച്ചയായും അത് തന്നെയാണ് UDF-ന്റെ ഇന്നലെ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരും RSP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കന്മാരും ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും മുന്നോട്ട് വെച്ചത്. കാരണം പെട്ടെന്ന് ഒരാളിനെ UDF-ലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു വരുത്തേണ്ട സാഹചര്യം നിലവിലില്ല. ഇതൊരു പോരാട്ടത്തിൻ്റെ സമയമാണ്. ആ പോരാട്ടം കൃത്യമായി മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധത്തിലൂടെ ജനമനസ്സുകളിലേക്ക് കോൺഗ്രസിന് വീണ്ടും ശക്തി പ്രാപിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവറിനെ സംബന്ധിച്ചോളം അൻവറിന് രാഷ്ട്രീയപരമായ പിന്തുണ ഇനി CPM-ൽ ലഭിക്കാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല. CPM പക്ഷത്ത് ഇരിക്കുന്ന ഒരു MLA ആയി ഇരിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ അൻവർ ഭരണപക്ഷത്തിൻ്റെ MLA അല്ല, പ്രതിപക്ഷത്തിൻ്റെ MLA അല്ല. ഇത് രണ്ടിനും മധ്യത്തുള്ള ഒരു നിഷ്പക്ഷനായ MLA ആയി അൻവറിന് തുടരേണ്ട ഒരു സാഹചര്യം മുന്നിലുണ്ട്. എന്നാൽ ഇവിടെ പാർട്ടി എടുക്കുന്ന ഒരു സമീപനം ഇന്നൊരു പക്ഷേ രണ്ടര മണിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനത്തിൽ കൃത്യമായും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അൻവറിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം വരും, അത് ഉറപ്പാണ്. പക്ഷേ അതിനു മുമ്പ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അൻവർ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അൻവർ രാജിവെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും CPM-ന് അയാൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം സ്വതന്ത്ര MLA ആയിട്ട് പാർട്ടി ചിഹ്നത്തിൽ പോലും അല്ല മത്സരിച്ചത്. സ്വതന്ത്ര MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ആളിന് പാർട്ടിയുടെ പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാടിൻ്റെ ഭാഗമായി MLA സ്ഥാനം രാജിവെക്കുവാൻ CPM-ന് അവകാശപ്പെടാൻ കഴിയില്ല. പിന്നീട് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള ചില കേസുകൾ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇവയുമായി മുന്നോട്ട് പോവുക, ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നീങ്ങുക, ഇത്തരം നീക്കങ്ങൾ മാത്രമാണ് നടത്താൻ കഴിയുക. എന്തായാലും പാർട്ടിക്ക് ഏറ്റിരിക്കുന്ന വലിയ ഒരു തിരിച്ചടി അൻവറിൻ്റെ ഭാഗത്തുണ്ടായി. അതാണ് ഇന്നലെയും ഇന്നുമായി AK ബാലൻ പറഞ്ഞത്. പാല് കൊടുത്ത കയ്യിൽ തന്നെ കടിച്ച സ്വഭാവമാണ് അൻവർ നടത്തിയത്. കാരണം പ്രതിയോഗികളെ നന്നായി ഉപദ്രവിക്കുന്നതിന് വേണ്ടി കൃത്യമായി CPM അൻവറിനെ ഉപയോഗിച്ച്, അതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള നിയമസഭാ സമ്മേളനത്തിൽ കോഴ ആരോപണം ഉന്നയിച്ചതും അത് അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയൊക്കെ ചെയ്തതും. അപ്പോൾ അത്തരത്തിൽ പ്രതിയോഗികളെ നേരിടാൻ വേണ്ടി അൻവറിനെ ഉപയോഗിച്ചിരുന്നു. ആ അൻവർ തന്നെ ഇപ്പോൾ തിരിഞ്ഞ് സ്വന്തം പക്ഷത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ സ്വന്തം പക്ഷത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ CPM-ഉം വല്ലാതെ അങ്കലാപ്പിലായിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകളുടെ കാലമായി മാറും, അതുറപ്പാണ്. ശരിയാണ് ബിനോയ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതകളുടെ ഒരു കലയാണ്. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല എന്ന സമവാക്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.